ഹായ് എവരിവൺ, നമ്മുടെ വീട്ടിൽ പപ്പട ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു റെസിപ്പി റെഡിയാക്കി എടുത്താലോ. ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, വേറെ ഒരു കറിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു 3 പപ്പടം എടുത്ത് ചുട്ടെടുക്കണം. ശരിക്കും ഇത് കനലിൽ ചുട്ടെടുക്കണതാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. തീയിലൊക്കെ അറിയില്ലാത്തവരൊക്കെ ചുട്ടെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഇപ്പൊ തീയൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗ്യാസ് അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത്. ഗ്യാസ് അടുപ്പിലാകുമ്പോൾ അറിയില്ലാത്തവർക്കും കരിഞ്ഞൊന്നും പോകില്ല, നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്കൊരു പപ്പടം കുത്തിയിലൊക്കെ കോർത്തിട്ട് അല്ലെങ്കിൽ ഒരു ഈർക്കിളിലൊക്കെ കോർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് പപ്പടം 3 ചുട്ടെടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളകും എടുത്ത് അതും നമുക്ക് അതുപോലെ തന്നെ കോർത്തിട്ട് ചുട്ടെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഈ 2 സാധനം നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ റെസിപ്പി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുക്കാം കേട്ടോ. നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. നന്നായിട്ട് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഞെരടി എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിക്കണോണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടൂട്ടെ നമുക്ക് വറ്റൽമുളക്. അതുപോലെ തന്നെ വറ്റൽമുളകിന്റെ ഒപ്പം തന്നെ നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപുളി പിഴിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് കുരുകുരുന്നൊന്ന് ഞെരടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തേച്ചാലും മതി. നമ്മുടെ ഈ ഒരു കറി എന്ന് പറയുന്നത് പഴമയുടെ രുചി എന്നൊക്കെ പറയില്ലേ, പഴയ ആൾക്കാരുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടാവുകയും. നമ്മൾ അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അരക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ചതച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ടേസ്റ്റ് നോക്കി നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള വറ്റൽമുളകും പപ്പടവും എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഇത് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പപ്പടമൊക്കെ തണുത്ത് കുതിർന്ന് പോകും. അപ്പൊ ചോറ് ഉണ്ണണതിന് മുന്നേ നമ്മൾക്ക് ആ ഒരു പപ്പടവും ഈ പുളിച്ചാറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരും കേട്ടോ, കാരണം പുളിയല്ലേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി കഴിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു കറിയും ഈ ചോറിന്റെ കൂടെ കഴിക്കരുത്. ഇതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.